ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മോഹൻലാലിൻ്റെ ബോക്സ് ഓഫീസ് പവർ എന്തെന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. സത്യത്തിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല, ബോക്സ് ഓഫീസിൽ ആളിപ്പടരുന്ന തീ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. കളക്ഷൻ കൊലപാതകം എന്ന് തന്നെ പറയാം. ഇനിയും 6 ദിനം ബാക്കി നിൽക്കുമ്പോൾ ഈ ചിത്രം വേൾഡ് വൈഡായിട്ട് 12 കോടി കടന്നിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ സ്റ്റഡിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 1500 2000-ഓളം ടിക്കറ്റുകൾ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇനിയും ഒരാഴ്ച ബാക്കി നിൽക്കുമ്പോൾ ഉള്ള പ്രകടനമാണ്. കേരളത്തിൽ സിനിമ 5.5 കോടിയിലേക്ക് എത്തുകയാണ്. ഫാൻ ഷോസ് കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു കളക്ഷനിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം 4.5-5 കോടിയിലേക്ക് എത്തിയ സിനിമ അങ്ങനെ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീസെയിൽ കളക്ഷൻ റെക്കോർഡ് ഇടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇടുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, മോഹൻലാലിൻ്റെ ആ ഒരു കൂറ്റൻ കട്ടൗട്ടുകൾ നമ്മൾ പല സിനിമയിലും, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിലാണ് അത് കാണാൻ കഴിയുന്നത്. ഇനി തമിഴിലും തെലുങ്കിലുമൊക്കെ സിനിമ ഡബ്ഡ് വെർഷനായി പോകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ്. അവിടെയൊന്നും വേറെ റിലീസുകൾ ഉണ്ടാവില്ല എന്നുള്ളതും ഉറപ്പിക്കപ്പെടുകയാണ്. എന്തായാലും ഇവിടെ റെക്കോർഡിന് മുകളിൽ റെക്കോർഡിടാൻ ഒരേ ഒരു പേര് മോഹൻലാൽ എന്നുള്ളത് തന്നെയാണ്. അതെ, ബോക്സ് ഓഫീസ് ആളിപ്പടരുന്നു. ഈ ഒരു സിനിമ ആദ്യ ദിനം 50 കോടി ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമെന്നുള്ള പ്രവചനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനും കഴിയുന്നത്. GCCയിൽ ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന കണക്കുകൾ. എന്താണേലും USA പ്രീമിയറിലൂടെ മാത്രം $7,500 സിനിമ നേടി നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നതാണ്. ഇവിടെ ദൃശ്യം 3യിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റുന്നു, ഈ ഒരു സിനിമ സർവമാന റെക്കോർഡുകളും തകർത്തെറിയുമെന്നുള്ളതും. അതുമാത്രമല്ല, എവിടെയൊക്കെയാണോ വേൾഡിൽ ഇതുവരെയുള്ള റെക്കോർഡുകൾ മലയാള സിനിമയ്ക്ക് അതിൻ്റെ മുകളിലേക്ക് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ലഭ്യമായ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ 12.5 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു സിനിമ എന്നുള്ളതാണ്. അതായത് ഇന്ന് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് തീർച്ചയായും സിനിമ 15 കോടി കടക്കും എന്നുള്ളതാണ്. ഇവിടെ പേട്രിയോട്ടാണ് ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത്. 29.5 കോടിയോളമാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ദൃശ്യം വരുമ്പോഴത്തേക്ക് ആ ഒരു റെക്കോർഡ് പഴങ്കഥയാകും. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തിയ ആ ഒരു ചിത്രത്തിൻ്റെ മുകളിലേക്ക് ഈ ഒരു സിനിമയുടെ കളക്ഷൻ പോകുമെന്നുള്ളത് ഏത് കുഞ്ഞിനും അറിയാം. കാരണം അത് ഏകദേശം നമുക്ക് പറയാനുള്ളത് റിലീസിന് മുമ്പ് തന്നെ ഉണ്ടാകും. റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. അഡ്വാൻസ് സെയിൽ നമുക്ക് എമ്പുരാന് 2600 ഷോകളിൽ നിന്ന് 8.5 കോടിയോളമായിരുന്നു പ്രീ സെയിലായി ഉണ്ടായിരുന്നത്. ലിയോയ്ക്ക് 2400 ഷോകളിൽ നിന്ന് 5.5 കോടിയോളം ആണ് വന്നത്. ദൃശ്യം ഇപ്പോൾ തന്നെ അതിൻ്റെയൊക്കെ മുകളിലേക്ക് കയറുന്ന കാഴ്ചയാണ്. തീർച്ചയായും എമ്പുരാൻ്റെ എല്ലാ റെക്കോർഡും തീർക്കും ഈ ഒരു ചിത്രം. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് കമൻസിലൂടെ ഒന്ന് പറയാം. മീഡിയാസ്.